മാറ്റിവെച്ച് വളരെ സമാധാനമായിട്ട് നമ്മൾ ഒരുപാട് നല്ല നല്ല പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ടോപ്പ് സിംഗർ സീസൺ 6ന്റെ പുതിയൊരു എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, ആര്യ ചേച്ചി ആൻഡ് മധു അങ്കിൾ. വെൽക്കം. നമ്മുടെ മെലഡി റൗണ്ടിൽ പെർഫോം ചെയ്യാനായിട്ട് ക്യാപ്റ്റന്റെ നാട്ടിൽ കണ്ണൂരിൽ നിന്നും ജഗത് എത്താണ്. ലെറ്റ്സ് വെൽക്കം ജഗത് കിഷോർ ഓൺ സ്റ്റേജ്. ഹലോ, ഹായ്. ഹായ് സുന്ദര. ഹായ്. ഇപ്പൊ ഇവിടെ ആൾക്കാരൊക്കെ വലിയ ചേട്ടന്മാരാട്ടെ, മുണ്ടൊക്കെ കൊടുത്തായിട്ട്. സുന്ദര, ജഗത് കിഷോർ ചന്ദ്രശേഖര. എന്തോ നിനക്ക് ചന്ദ്രശേഖര എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ലെന്നല്ലേ പറഞ്ഞേ? അത് കുഴപ്പമൊന്നുമില്ല. അത് കുഴപ്പമില്ല അല്ലേ? കുഴപ്പമൊന്നുമില്ല. നമ്മളെല്ലാം നോക്കാണ്ട് സംഗമം സൂപ്പർ ആയിരുന്നു. താങ്ക് യു. ആരെങ്കിലും പറഞ്ഞോ? പറഞ്ഞു, എല്ലാരും അനുമോദനങ്ങൾ കിട്ടിയത്. അനുമോദനം കിട്ടി. ആണോ? എവിടെന്ന്? എങ്ങനെയൊക്കെ? സ്കൂളിൽ നിന്ന് കിട്ടി. സ്കൂളിൽ നിന്ന് കിട്ടിയ എന്തൊക്കെ? സ്കൂളിൽ നിന്ന് ഒരു ട്രോഫിയും പിന്നെ വലിയൊരു സ്വീകരണവും കിട്ടി. സ്വീകരണം. ഫോട്ടോ ഉണ്ട്, ഫോട്ടോ ഉണ്ട്. 10-16. കൊള്ളാലോ, കൺഗ്രാചുലേഷൻസ്. ഇത് ആരുടെ ട്രോഫിയാ അതൊക്കെ പുറകില്? അതെന്റെയും എന്റെ ഏട്ടന്റെയും അച്ഛന്റെയും ആയിട്ട്. ആണോ? എല്ലാവരുടെയും ഉണ്ടല്ലേ? അപ്പൊ വീട്ടില് മൊത്തം അച്ഛനെന്താ ട്രോഫി കളക്ഷൻ ആണ്. അച്ഛനും പാട്ട് പാടും. പാട്ട്. ഓ, ആണോ? ആണോ? ഇതാര്? എന്റെ ദൈവമേ, ജാഥയൊക്കെയോ? ജഗത് കിഷോറിന് അഭിനന്ദനങ്ങൾ. കരിപ്പാൽ SV UP സ്കൂൾ പത്രത്തിലും വന്നു. പത്രത്തിലും വന്നു. എന്റെ ദൈവമേ, കൊള്ളാലോ. അടിപൊളി അല്ലേ? അപ്പൊ പാട്ട് ഏതാണ്? മുറ്റത്തെത്തും തെന്നലെ. ആഹാ, ഉഗ്രം പാട്ടാണല്ലോ. അപ്പൊ ഡീറ്റെയിൽസ്. സിനിമ ചന്ദ്രോത്സവം. പാടിയത് ദാസേട്ടൻ. വർഷം 2005. അഭിനയിച്ചത് ലാലേട്ടനും മീന ചേച്ചിയും. മ്യൂസിക് വിദ്യാസാഗർ സാർ. രാഗം മോഹനം. സിനിമ ഡയറക്ടർ രഞ്ജിത്ത് സാർ. ഇതാരാ എഴുതി വെച്ചിരിക്കുന്നത്? രാഗം മോഹനാണെന്ന് വിദ്യാസാഗർ സാർ. പറഞ്ഞോ അങ്ങനെ? അല്ല, ഞാൻ പാട്ട് പഠിക്കാൻ എടുത്താൽ എനിക്കത് കേട്ടേരും തിരിഞ്ഞു. മനസ്സിലായോ? പാട്ടെങ്ങനെ തിരിയുന്നത്? പാട്ട് കേട്ടേരും മനസ്സിലായി. ഓ, മനസ്സിലായോ? ഞാൻ വിചാരിച്ചു തിരിഞ്ഞെന്നിങ്ങനെ. അതല്ല, അത് പറയാം. അതങ്ങനെ പറയാ, എല്ലാം തിരിയുന്നുണ്ട്. തിരിഞ്ഞു മറിഞ്ഞ്. ഈ സിനിമയിൽ നമ്മുടെ ദാസേട്ടൻ വരെ ആചാര്യനായിട്ട് കാണുന്ന ഒരു സംഗീത സംവിധായകൻ അഭിനയിച്ചിട്ടുണ്ട്. ആരാന്നറിയോ? അറിയില്ല. സാക്ഷാൽ ശ്രീ ദക്ഷിണാമൂർത്തി സ്വാമി. അതെ. അപ്പൊ പാടിക്കോടെ. ഈ പാട്ട് കഴിഞ്ഞിട്ട് നമ്മൾ സീനിയർ സിംഗർ അച്ഛന്റെ പാട്ട് കേൾക്കും കേട്ടോ. ചേട്ടൻ റെഡി ആയിട്ടിരുന്നു.
തുടക്കം. എല്ലാം മോഹനല്ല. മോഹന വളരെ ബ്യൂട്ടിഫുൾ എന്നാണ് മോഹനത്തിന്റെ അർത്ഥം. ആ വെരി ബ്യൂട്ടിഫുൾ, സൗന്ദര്യമുള്ളത്. ആ. അപ്പൊ അച്ഛനെ പാട്ട് കേൾക്കണ്ടേ? ആ കേക്കണം. അപ്പൊ അച്ഛോ പാട്ട് പോരട്ടെ. ഇത് ഭയങ്കര സന്തോഷമുള്ള ഒരു മൊമെന്റ് ആണ്. അച്ഛനും മോനും ഒരു സ്റ്റേജിൽ ഒരു ഫ്ലോറിൽ നിന്ന് ഒന്നിച്ച് പാടുന്നു എന്നുള്ളത്. കൈയടിക്കടാ. ഓമനേ നീയൊരോമൽ ഭാവഗീതമോ, കാതരേ നീയൊരൻ കിനാവിൻ കാവ്യമോ, സ്നേഹരാഗലോലമോ നിലാവിൻ സാന്ദ്രമോ, മധുപകരും ഒരമൃത തരള ശ്രുതിലയ സുഖലളിത ഗാനമോ, ഓമനേ നീയൊരോമൽ ഭാവഗീതമോ, കാതരേ നീയൊരൻ കിനാവിൻ കാവ്യമോ. അതെ, ഭയങ്കര റൊമാൻറ്റിക് ആണ്. റൊമാൻറ്റിക്. അതെ അതെ. ഒരു സംശയം ചോദിക്കട്ടെ, പ്രണയിച്ച് കല്യാണിച്ചാണോ? അല്ല, അറേഞ്ച്ഡ് മാരേജ്. ചെയ്തിട്ട് പിന്നെ പ്രേമിച്ചില്ലേ? ഇപ്പൊ മധുവങ്കൾ ഒരു ഗിഫ്റ്റ് കൊടുക്കും അല്ലേ? ആ, പാടി ഒരു ഗിഫ്റ്റ് അച്ഛനും മോനും അമ്മയ്ക്കും. ആരാരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പൂവിടുമോ, ആരാരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പൂവിടുമോ, പൂഞ്ചില്ല തുമ്പിന്മേൽ ചാഞ്ചാടും പൂമൊട്ടൻ നെഞ്ചോടു ചേർന്നിടുമോ, ആരാരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പൂവിടുമോ. ഇത് അൾട്രാ റൊമാൻറ്റിക് ആണ്. റൊമാൻസ് കണ്ടുപിടിച്ചത് മധുവാണോ? അപ്പൊ ജഗത്കുട്ട എന്തോ മാർക്ക് വേണ്ടേ? വേണം. വേണം. ജഗദാനന്ദ കാരക, എന്തോ ജഗത് കിഷോര ചന്ദ്രശേഖര, ജയ ജാനകി മാധവ, ജാനകി രമണ. ഓക്കെ, ജഗത്തിന് കിട്ടിയിട്ടുള്ള മാർക്ക് 96.5 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. അപ്പൊ അച്ഛനും മോനും ഇപ്രാവശ്യം കലക്കി. ചേട്ടാ അടിപൊളി. നമുക്ക് ഇനിയും പാട്ടൊക്കെ കേൾക്കണം. ടാറ്റാ, ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ.